പ്ലാനും ഇല്ലാതെ പിന്നെ മാങ്ങ ഉറക്കിയാലോ നിങ്ങൾ അങ്ങോട്ട് പോയത്? എന്നോട് ചോദിക്കുന്നതിന് അവനോട് ചോദിക്കി. അല്ല പെട്ടെന്ന് ഈ എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളാകെ പാനിക്കായി. പിന്നെ ഞാൻ ഈ ഒരു വഴി കണ്ടുള്ളൂ അവളൊന്ന് സമാധാനിപ്പിക്കാൻ. ഞാൻ അവനോട് മര്യാദയ്ക്ക് വെച്ചതാ, ഫോൺ വിളിച്ച് സമാനിപ്പിച്ചാ പോരെന്ന്. പക്ഷെ അവനത് പോരാ. ഈ നാരോ എസ്കേപ്പ് കേട്ടിട്ടുണ്ടോ? ആ കേട്ടല്ലേ ഉള്ളൂ. ഇന്നലെ ഞാനത് ഈ എന്റെ അമ്മാവൻ അമേരിക്കയിൽ നിന്ന് അടുത്ത മാസം വന്നിട്ടേ ഒരു iPhone 16 കൊണ്ടുവരാൻ പറയട്ടെ. വേണ്ട വേണ്ട വേണ്ട. ഇത്രയും റിസ്ക് എടുത്തോടെ കേറി. ഞാനേ രാത്രി വിളിക്കാം. ഓ വേണ്ടേ. നീ പറയുന്ന പോലെ ഷടപടയിൽ നടക്കുന്ന കാര്യമല്ല. അവന്മാരെല്ലാരും കൂടി അടപടലങ്ങ് പോരും. പിന്നെ ഞാൻ അവളെ കൊണ്ട് ഇവിടെ പോകും. അവൾ അവിടെ ഇത്രയും ആൾക്കാരോട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. അതാ ഞാൻ ഈ പറയണേ. അളിയാ നീ എവിടെയായിരുന്നു? അളിയ ഇന്ന് വൈകുന്നേരം കളിയുണ്ട്. ഷാനെ ആ ഏതാണോ കൊച്ചു? ആ അത് മുതലാളിയുടെ റഡാറ് കിട്ടിക്കാണില്ല. ഇന്ന് രാവിലെ ജോയിൻ ചെയ്തതാ പ്രിയ. ഞാനിപ്പോ വരാട്ടാ. പ്രിയ ഹായ്. ഹലോ. പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ സാമല്ലേ, എനിക്കറിയാം. ആളെ പറ്റി അത്ര വെടിപ്പ് റിപ്പോർട്ട് അല്ലല്ലോ മൊത്തത്തില്. യോ അവിടെ സ്ഥിരം നമ്പർ തന്നെ, അമേരിക്കയിൽ അമ്മാവൻ. ആ സതീഷും വല്ലതും പറഞ്ഞായിരുന്നു. ആ പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല. ആ അപ്പോ പ്രിയ ആണല്ലേ സതീഷിനൂടെ US ലോൺ സൈറ്റിൽ പോണല്ലേ? ഷിക്കാഗോ. യു ഡൺ ഫോർ ദ ഡേ? ഒറ്റയ്ക്കാണ്? ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോട്ടോ. ഇല്ല സതീഷ് ഈ കോഴിയാ കുറച്ച് വിന്റർ ക്ലോത്ത്സ് എടുക്കാൻ വേണ്ടി കൂടെ വരുമോ ചോദിച്ചിരുന്നു. പ്രിയ ആ പോവാ. ഓക്കെ. സാമേ ഞാൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാ, വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്യണേ. പോം. വീട്ടിൽ പോണ സാമേ. സതീഷ ഊണിയതവന്റെ അപ്പനത് രണ്ടു മകരങ്ങളാ. ആ ഇന്നലെ അവനെ പറഞ്ഞ് മനസ്സിലാക്കപ്പെട്ട പാടെ എനിക്ക് അറിയുള്ളൂ. ഞങ്ങള് അവളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ഞാൻ ഈ പപ്പയോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യങ്ങൾ കൈവിട്ടായി ഉറപ്പാണേ. ഞാൻ മറുപടി ചേട്ടൻ. നീ ഒന്ന് സമാനപ്പെടേ. എന്റെ ചാച്ച അവന് ഡൗട്ട് അടിച്ചപ്പോൾ ഒരു വിധത്തിലാണ് ഞാൻ അടക്കി നിർത്തിയത്. അതിന്റെ ഇടക്കൂടെ അവളുടെ ഒരു മതിലിയാട്ടം. ഇതിപ്പോ അവള് ചാടിയതാണെന്ന് റോണിക്കറിയില്ലല്ലോ. ആ അറിഞ്ഞ പിന്നെ കാണായിരുന്നു. അറിഞ്ഞപ്പോ എന്നെ കോപ്പാണ്. പെണ്ണു പിടിക്കാത്ത പുണ്യാളൊന്നും അല്ലല്ലോ അവൻ. ഒന്ന് പോടാവേ. പപ്പ അവളെ ഒന്നകത്തി പോയേ അങ്ങനെ സംസാരിച്ചോ. ചെല്ലേ ഒന്ന് പിടിച്ചേടാ, നിങ്ങൾ സംസാരിക്കും. നീ എന്നാത്തിനാ വെറുതെ ചേട്ടായിയുടെ മെക്കിട്ട് കയറുന്നേ? അവൻ പറഞ്ഞ പോലെ എല്ലാം തൽക്കാലം സേഫാ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി അവളെ അന്വേഷിച്ച ഒരാളിവിടെ കാലുകുത്താൻ പാടില്ല. അതിനുള്ള എന്താ ചെയ്തേക്കണം. അവളാണെങ്കിൽ വായിക്കൊള്ളിട്ട് കുത്തിയാലും ഒരു മണ്ണും പറയത്തുമില്ല. യുവന്മാരെ കണ്ടിട്ടുള്ള വേറെ ആരാളല്ലേ നമ്മുടെ കൂട്ടത്തില്? വിലക്ക് സ്ഥിരതയില്ലാതെ ഓരോന്ന് പറയാനൊരു തന്തയും അത് കേട്ട് തുള്ളാനൊരു മോനും. ഇത് പക്ഷെ അങ്ങനെയല്ല വന ചേച്ചി. ബബീഷേന്റെ അച്ഛൻ എന്നോട് സീരിയസ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങേര് പണ്ട് എറണാകുളത്ത് സെക്യൂരിറ്റി പണിക്ക് നിന്നപ്പോൾ അവിടെ ഒരു ഡിങ്കോൾഫിലെ മോനുണ്ടാവും. ആണ് അല്ലേ ബബീഷേട്ടാ? ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളിലൊന്ന് നോക്കി. അതനുസരിച്ച് ഈ പറഞ്ഞ കാലവും അച്ഛൻ സെക്യൂരിറ്റി ആയിട്ട് നിന്ന വർഷവും മാച്ചാണ്. അല്ല ഇതൊക്കെ ഗൂഗിളിൽ വരും. ബബീഷേട്ടാ നിങ്ങൾ തമാശയായിട്ട് എടുക്കല്ലേ? ഇത് പുള്ളി സീരിയസ് ആയിട്ട് സ്വന്തം ചോരനെ പറ്റി പറഞ്ഞ കാര്യമാണ്. ഇവനാണ് നിങ്ങളെ കൊണ്ട് കുഴി ചാടിക്കുന്നത്. പണ്ടൊരിക്കലേ പ്രേമന്റെ അച്ഛന്റെ ആണ്ടിനുണ്ടല്ലോ, ഏതോ ഒരു ബലിക്കാക്കെ കണ്ടിട്ട് ഇവൻ പറയുവാ അതാണ് പ്രേമന്റെ അച്ഛനെന്ന്. അത് കേട്ട പാടെ ആ കാക്കെ പിടിച്ച് കൂട്ടിലിട്ട് അതിനെ അച്ഛനാന്നും പറഞ്ഞ് വളർത്തിയാനാണ് ഇതാ ആ ഇരിക്കുന്നവൻ. അത് മണ്ടത്തരായിരുന്നു എന്ന് ഞാൻ അന്നേ അവനോട് പറഞ്ഞു. എന്നിട്ടായിരിക്കും പ്രേമന്റെ അച്ഛന് ആടെ ഇഷ്ടാന്നും പറഞ്ഞ് നിങ്ങൾ ഡെയിലി കാക്കയ്ക്ക് കൊണ്ട് അട കൊടുത്തത്. അല്ല മോനെ, എന്നിട്ട് കാക്കയിലൂടെ തിന്നോ? എണീറ്റ് പോതല്ലേ. ചേച്ചിക്ക് എങ്ങനെ പലതും പറയാം. അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാണ്ട് അച്ഛൻ എങ്ങനെ ഡെഡായി പോയാൽ പിന്നെ ബബീഷേട്ടാ സമാധാനം എന്ന് പറഞ്ഞ സാധനം കിട്ടത്തില്ല. അതെ, എറണാകുളം മുഴുവൻ പോകേണ്ട കേസല്ലേ ഉള്ളൂ. ആ ബബീതയുടെ അടുത്ത് ആരെങ്കിലും ചാല കാണിക്കാന്ന് പറഞ്ഞാൽ പോരെ. എടാ അതിന് ഈ ചടങ്ങിന്റെ ഇടയിൽ നിന്ന് പോകാൻ ജോസേട്ട സമ്മതിക്കുവോ? ദൈവമാരുടെ കാര്യം മുമ്പേ പറഞ്ഞത്. ഇത് നമ്മുടെ ബീഷല്ലേ? നീ ഇപ്പൊ താമസിക്കണേ? ഈ റോഡ് ചെന്നിറങ്ങുമ്പോ ഒരു ജംഗ്ഷനില്ലേ അവിടെ. ജോസേ ബബീഷേ, കുറച്ച് കഴിയുമ്പോൾ ഇവനെ എറണാകുളത്തേക്ക് വിടണം. നമ്മുടെ പിള്ളേർ വരുന്നുണ്ട്. എന്നതിനാ ജോസേട്ടാ? എടാ ഇന്നലെ കല്യാണ നിശ്ചയത്തിന് വന്ന് അലമുണ്ടാക്കിയില്ലേ, അവന്മാരൊന്ന് സ്കെച്ച് ചെയ്യണം. ഞാൻ പോല ഇവനെ അത് വേണോ? എടാ ഇവനല്ലെങ്കിൽ പിന്നെ കണ്ടിരിക്കുന്ന എന്റെ ഭാര്യ. ജോസേട്ടാ പ്രേമേട്ടൻ ഒറ്റയ്ക്ക് വിടണ്ട, ഞങ്ങൾ 3 പേരും കൂടെ പോയി പൊക്കിക്കോളാം. എടാ ബബീഷേ നടക്കുവോ? പിന്നെ